ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗന്നാഥ് മിശ്രയുടെ മരണം. 3-4 വർഷങ്ങൾക്കപ്പുറം ഒരു ദിവസം രാവിലെ ജഗന്നാഥ് മിശ്ര സച്ചീദേവിയോടായി പറഞ്ഞു, ഇത് നോക്കൂ, എനിക്ക് ആകെ കോരിത്തരിക്കുന്നു. എന്തുപറ്റി? സച്ചീദേവി ആരാഞ്ഞു. ഭയവും തോന്നുന്നുണ്ടെനിക്ക്. ഇന്നലെ രാത്രിയിലത്തെ സ്വപ്നമാണ്. മിശ്രയുടെ വാക്കുകളിൽ ഗൗരവം. നമ്മുടെ നിമായി മൊട്ടയടിച്ചു കാഷായ വസ്ത്രം ധരിച്ച് അത്യധികം ദേഹകാന്തിയാർജിച്ച് ചിരിച്ചും കരഞ്ഞും കൊണ്ട് ഹരിനാമങ്ങൾ പാടി നൃത്തം ചെയ്യുന്നു. അദ്വൈതാചാര്യൻ തുടങ്ങിയ നിരവധി ഭക്തി ശിരോമണികളുടെ കണ്ണിലുണ്ണിയായിട്ട് മൃദംഗാദിഘോഷങ്ങളോടെ പരമാനന്ദലയത്തിൽ നിമായി നൃത്തം വയ്ക്കുന്നു. നൃത്തമെല്ലാം കഴിഞ്ഞ ശേഷം അനന്തശേഷനാഗത്തിൻ്റെ മാണിക്യശോഭിതമായ ഫണത്തിൻ്റെ നിഴലിലിരുന്നു കൊണ്ട് ഭക്തരുടെ ശിരസിൽ തൻ്റെ വലതുപാദം വെച്ച് നിമായി അനുഗ്രഹിക്കുന്നു. മിശ്ര എല്ലാം തന്നെ നന്നായി ഓർത്തുകൊണ്ട് വിവരിച്ചു. ഇത് കേട്ട് സച്ചിദേവി ഭയന്ന് ചോദിച്ചു, എന്നിട്ടെന്തുണ്ടായി? അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ഇല്ലാതായോ? ജഗന്നാഥ് മിശ്ര തുടർന്നു, നമ്മളോ? ബ്രഹ്മാവ്, ശിവൻ, അനന്തൻ ഇവരെല്ലാവരും ചേർന്ന് ജയ സച്ചിനന്ദന ജയ സച്ചിനന്ദന എന്ന് ഹർഷാരവത്തോടെ വാതോരാതെ കീർത്തിക്കുകയായിരുന്നു. ഞാനും അവിടെയുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചി അവിടെ കണ്ടില്ല. എനിക്ക് അതിയായ ഭയം അനുഭവപ്പെടുന്നിപ്പോൾ. സച്ചിദേവിക്ക് ഉത്കണ്ഠ. ഒടുവിൽ എന്താണുണ്ടായത്? അത് പറ. ജഗന്നാഥ് മിശ്ര, ആയിരക്കണക്കിന് ആളുകളാൽ ചുറ്റപ്പെട്ടു നമ്മുടെ നിമായി സങ്കീർത്തന നൃത്താദിഘോഷങ്ങളിൽ ആവൃതനായിട്ട് ജഗന്നാഥ് പുരിയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. 4 ദിക്കുകളിൽ നിന്നും മലവെള്ള പോലെ ജനപ്രവാഹം കുത്തിയൊഴുകി. എല്ലാവരും നമ്മുടെ നിമായിയെ വാഴ്ത്തി അട്ടഹസിച്ചലറിച്ചാടി. ഉയരത്തിൽ കുതിച്ചു ചാടിയിരുന്ന ചിലർ വീണുരുണ്ടു. സച്ചിദേവി നെഞ്ചത്ത് കൈവച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ ഭഗവാനെ, ജഗന്നാഥ, എന്താണിതെല്ലാം? ഞങ്ങൾക്കാരുമില്ലാതാകുമോ ഇനി? തുടർന്നുണ്ടായ നിശബ്ദതയെ ലംഘിച്ചുകൊണ്ട് ജഗന്നാഥ് മിശ്ര അറിയിച്ചു, ഈ സ്വപ്നം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു സച്ചി. വരാനിരിക്കുന്ന അതിഘോരമായ അടുത്ത പുത്രവിരഹത്തെ ഓർത്തിട്ടോ എന്തോ 6 മാസം തികയുന്നതിന് മുന്നേ ശ്രീ ജഗന്നാഥ് മിശ്ര ഈ ഭൗതിക ലോകം വെടിഞ്ഞ് ആത്മീയ ലോകം പൂണ്ടു. പ്രിയപ്പെട്ട തൻ്റെ അച്ഛൻ്റെ വേർപാടിൽ നിമായി കരഞ്ഞു ദിവസങ്ങളും ആഴ്ചകളും ഒഴുക്കി നീക്കി. നിമായിയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സച്ചിദേവിക്ക് ഭർത്താവിൻ്റെ വിയോഗാഗ്നിയുടെ ചൂട് അത്രയ്ക്ക് അനുഭവപ്പെട്ടില്ല. നിമായി പിന്നെ തൻ്റെ അമ്മയുടെ അടുത്തു തന്നെ കഴിവതും കഴിച്ചുകൂട്ടി. 2 പേരും അന്യോന്യം ആശ്രയിച്ചും സ്നേഹിച്ചും വ്യാകുലപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു. അവൻ അമ്മയെ 2 കൈകൊണ്ടും പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ ഞാനുള്ളപ്പോൾ അമ്മ ഒരു പ്രപഞ്ചശക്തിയെയും ഇനി പേടിക്കേണ്ട കേട്ടോ. അമ്മയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ നിമായി മന്ത്രിച്ചു. സാക്ഷാൽ ഈശ്വരനാണമ്മേ ഞാൻ. അമ്മയ്ക്കറിയോ? സച്ചിദേവി കെന്തിക്കൊണ്ട് തൻ്റെ കരങ്ങൾ അവൻ്റെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് ആ കൊച്ചുമുഖവും ദൃഷ്ടികളും മതിവരോളം നുകർന്നു. അവൻ്റെ ദിവ്യമായ വൈഷ്ണവ തേജസ് ആ മാതൃഹൃദയത്തെ പ്രകാശനമാക്കി. ഗൗരാംഗനായ തൻ്റെ മകൻ്റെ അരവിന്ദ നയന ഗർത്തത്തിൻ്റെ അഗാധ നീലിമയിലെവിടെയോ സച്ചിമാത സൃഷ്ടിസ്ഥിതി സംഹാരാത്മകമായ പ്രപഞ്ചത്തെയും അതിനുള്ളിൽ തന്നെയും ആ പുത്രനെയും ദർശിച്ച് ധന്യയായി. സച്ചിഗൃഹം പരമദാരിദ്ര്യത്തിലകപ്പെട്ട അവസ്ഥ. നിമായിക്ക് 12 വയസ്സ് കാണും. ഒരിക്കൽ രാവിലെ അമ്മയെ തിരഞ്ഞിട്ട് കാണാതെ ദേഷ്യത്തോടെ നിമായി നിലവിളിച്ചു, അമ്മേ, അമ്മേ. മോനെ നിമായി, സച്ചിദേവി എവിടോ നിന്ന് വിളി കേട്ടു. ഞാൻ ഗംഗയിലേക്ക് സ്നാനത്തിന് പോവുകയാണ്. എനിക്ക് കുറച്ച് ചന്ദനവും ഒരു പൂമാലയും അത്യാവശ്യമാണ്. ഉടനെ വേണം. നിമായി വാശി പിടിച്ചു. ഇവനിതൊന്നും ചോദിക്കാറില്ലല്ലോ. ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ മോനെ. അമ്മ നോക്കട്ടെ. മോൻ ക്ഷമിക്ക്. എനിക്കിപ്പോൾ തന്നെ കിട്ടണം. ഇപ്പോൾ തന്നെ. വേഗം കൊണ്ടുവാ. അവൻ ആക്രോശിക്കുകയാണ്. തൻ്റെ ആശയങ്ങൾ ഉടൻ തന്നെ നിറവേറാതെ നിമായി നിരാശനായി. എന്ന് മാത്രമല്ല, ദേഷ്യത്താൽ വലിയൊരു വടിയെടുത്ത് അവൻ കണ്ടതെല്ലാം തല്ലി ഉടയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. സച്ചി വിലക്കി, അരുത്, അരുത്. അമ്മ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. ക്ഷമിക്ക്. അമ്മ ഓടി വരാം. സച്ചിദേവി കടം വാങ്ങാനായി അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി. തത്സമയം നിമായി അവിടെ കണ്ട എല്ലാ മൺപാത്രങ്ങളും തല്ലിയുടച്ചു. ചിലതിൽ അല്പം ധാന്യങ്ങൾ, ചിലതിൽ വെള്ളം, ചെറിയ ഒരു പാത്രത്തിൽ എണ്ണ,
എല്ലാം പൊട്ടിച്ചിതറി ഒലിച്ച് അവിടെ എല്ലാം പരന്നു. പുരയുടെ കഴുക്കോലിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന പാലും തൈരും എന്നിവയുടെ ചെറിയ കലങ്ങളും നിമായി വലിച്ചിറക്കി തല്ലിപ്പൊട്ടിച്ചു. അടുത്തതായി തുണിയുടെ ഭാണ്ഡങ്ങളിൽ പിടികൂടി അവയെ മുഴുവൻ തല്ലി തകർത്തു. തിരിച്ചു വന്ന സച്ചിദേവി ജീവഭയത്താൽ ഒളിച്ചിരുന്ന് കണ്ണീരോടെ എല്ലാം നോക്കിക്കണ്ടു. ഒരു മുഴുഭ്രാന്തനെ പോലെ ചുവരിൽ വടികൊണ്ട് ഞാഞ്ഞടിച്ചു നടന്ന നിമായി മുറ്റത്തെ തൈമരത്തെ തൻ്റെ വടികൊണ്ട് ആക്രമിച്ചു. അയൽപ്പക്കക്കാർ ഒച്ചയും ബഹളവും കേട്ട് ഓടി വന്നു. ആർക്കും അടുത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം വന്നില്ല. അയൽപ്പക്കക്കാർ സഹതപിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഈ കുട്ടിക്ക്? ഭർത്താവ് മരിച്ച ദുഃഖം പോരാഞ്ഞിട്ടാണോ സച്ചിക്ക് ഈ വക യാതന? ഏതായാലും ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ. ഈ കുട്ടിയെ രക്ഷിക്കണേ ഭഗവാനെ, ഈ വീടിനെയും. ദേഷ്യം കൊണ്ട് മത്തുപിടിച്ച് പടിപ്പുറത്തെ കറുത്ത മൺപുഴിയിൽ കിടന്നുരുണ്ട് നിമായി. ഭൂമിയിലെ അഴുക്ക് പുരുണ്ടിട്ടും സ്വർണവർണ്ണമയമാർന്ന ആ ദിവ്യ ശരീരത്തെ പ്രഭാതസൂര്യൻ തൻ്റെ കിരണങ്ങളെ കൊണ്ട് വെട്ടിത്തിളങ്ങിപ്പിച്ചു. കുറച്ചു നേരത്തെ മൂകതയ്ക്ക് ശേഷം പതുക്കിയൊരു ശബ്ദം. ക്ഷീണിച്ചുറങ്ങിയെന്നാ തോന്നുന്നത്. ഗോകുലത്തെ ശ്രീകൃഷ്ണലീലയുടെ വല്ല ബാക്കിയുമായിരിക്കുമോ ആവോ? എന്താ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ആരോ പറഞ്ഞു. സച്ചി മാതാവ് അടുത്തുപോയി ധൈര്യത്തിൽ ദേഹമെല്ലാം തുടച്ചു പൂമാലപ്പൊതിയും ഇലക്കുമ്പിളിലാക്കിയ ചന്ദനവും അടുത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് നിമായി കണ്ണു തുറക്കാനായി കാത്തിരുന്നു. വന്നവരെല്ലാം പോയി തുടങ്ങി. കുറെ കഴിഞ്ഞിട്ട് യശോദ മാതാവിനെ പോലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തലോടിയിട്ട് അപേക്ഷിച്ചു, നിമായി, നിമായി, മോനെ എഴുന്നേൽക്ക്. എത്ര നേരമായി കിടക്കുന്നു? നീയല്ലേ പൂമാല ചോദിച്ചത്? അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ചന്ദനവുമുണ്ട്, ദാ നോക്ക്. നിമായി കിടന്ന കിടപ്പിൽ മെല്ലെ കണ്ണുകൾ തുറന്ന് അമ്മയൊന്ന് നോക്കി. പിന്നെ അനന്തതയിലേക്ക് ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് അവിടെ കിടന്നു, ഏതോ ലോകത്തിലായി പോയ പോലെ. നിമായിക്ക് വിയർക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ട് നിമായി ചോദിച്ചു, എന്താണ് എല്ലാവരും ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് എൻ്റെ ചുറ്റും? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പതുക്കെ എല്ലാവരും പോയി. വിട്ടുവിട്ട് ചിലയ്ക്കുന്ന പക്ഷികളുടെ ശബ്ദമൊഴികെ ആകെ നിശബ്ദത. നിമായി അമ്മയുടെ കൈക്ക് പിടിച്ചു ക്ഷമാരൂപത്തിൽ ചോദിച്ചു, ഛേ, ഞാൻ എന്തൊക്കെയാണ് കാട്ടിയത്? അമ്മ ക്ഷമിക്കില്ലേ? എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി ഈശ്വര? എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി? തൻ്റെ തല നിമായിയുടെ മാറിലേക്ക് വെച്ച് സച്ചിദേവി പുലമ്പി. സച്ചി മാതാവ് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ വീടും ഇക്കൊണ്ട സാധനങ്ങളും ഒക്കെ നിൻ്റേത് തന്നെയല്ലേ മോനെ? ഇതൊക്കെ ഇത്തരത്തിൽ നശിപ്പിച്ചാൽ നീ എങ്ങനെ ജീവിക്കും എന്നറിയാഞ്ഞിട്ടാണോ? നിമായി അമ്മയുടെ വാ പൊത്തിക്കൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചു. ഭഗവാൻ 14 ലോകങ്ങളും പരിപാലിക്കുന്നയാളല്ലേ അമ്മേ. നമ്മുടെ നിസ്സഹായത അവിടുത്തേക്കറിയില്ലെന്നാണോ? ആയതിനാൽ ആ ഭഗവാൻ നമ്മളെ ഇനി ഒരിക്കലും ദാരിദ്ര്യത്തിലാക്കില്ല അമ്മേ, ഒരിക്കലും. ഇത് സത്യം. അടുത്ത ദിവസം പാഠശാല വിട്ടു വരുമ്പോൾ അതാ നിമായുടെ മുഖത്തൊരു വിടർന്ന പുഞ്ചിരി. എന്നത്തെപ്പോലെയും അന്നും തീരാത്ത വിഷാദത്തിൽ തന്നെയായിരുന്നു സച്ചിദേവി. കുസൃതി ചിരിയോടെ നിമായി ആവശ്യപ്പെട്ടു, അമ്മേ, കൈ നീട്ടിയാലും. സച്ചിദേവി കൈ നീട്ടുന്നു. നിമായി കൈകളിൽ 2 സ്വർണ്ണ നാണയങ്ങൾ വെക്കുന്നു. സച്ചിദേവി ആശ്ചര്യത്തോടെ, എന്താ ഇത്? എവിടുന്ന് കിട്ടി? നിമായി, ആര് തന്നു നിനക്കിത്? ഉത്തരം പറയൂ. തൻ്റെ കൈപ്പത്തിയിലിരുന്ന ആ സ്വർണ്ണ നാണയങ്ങൾ തിരുമി അത് സത്യമാണോ എന്ന് പരിശോധിച്ച് സച്ചിദേവി മൗനം പൂണ്ടു. മുൻപൊരിക്കൽ പറഞ്ഞതായി തൻ്റെ മകൻ്റെ വാക്കുകളിൽ മാത്രം ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ആ അമ്മ നാണയങ്ങളുടെ ഉൽപ്പത്തി അന്വേഷണത്തിനായി ഒരുങ്ങിയില്ല. എന്തെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഇതുപോലുള്ള ആപത്ത് വന്നാൽ ലക്ഷ്മീദേവി നമുക്കിനി കൂട്ടിനു വരും, അവൻ സധൈര്യം പറഞ്ഞു. ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഗൗരാംഗ മഹാപ്രഭുവിൻ്റെയും, അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ, പുണ്യനാമങ്ങൾ പരമപുരുഷനായ ഭഗവാന് സമാനമാണെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ ഒരു നാമത്തിന് മറ്റൊന്നിനേക്കാൾ ശക്തമാണെന്ന് നാം കരുതരുത്. ഈ കലിയുഗത്തിൽ ആളുകളുടെ സ്ഥാനം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാമം വളരെ അത്യാവശ്യമാണ്. കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭു ഏറ്റവും മഹത്തായൊരു അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയും. അതിനാൽ പഞ്ചതത്വ മന്ത്രമായ ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ജപിച്ചുകൊണ്ട് നാം മഹാപ്രഭുവിനെ ആശ്രയിക്കണം.
തുടർന്നായിരിക്കണം ഹരേ കൃഷ്ണ മഹാമന്ത്രമായ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ നമ്മളുടെ മഹാമന്ത്രത്തിന് പൂർണ്ണ പ്രയോജനം കിട്ടുകയും ചെയ്യും. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാമം പതിവായി ജപിക്കാതെ കൃഷ്ണനെ ആരാധിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് വളരെ കാലം കഴിഞ്ഞു മാത്രമേ കൃഷ്ണനെ പ്രാപിക്കാൻ കഴിയൂ. എന്നാൽ നമ്മൾ ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിച്ചാൽ അയാൾക്ക് വളരെ വേഗത്തിൽ തന്നെ കൃഷ്ണനെ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും പറയുന്നത്. ഹരേ കൃഷ്ണ.